അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, മൗഖിഫു അബീ ത്വാലിബിൻ, അബൂ ത്വാലിബിൻ്റെ നിലപാട്, ഇതാണ് ഇന്നത്തെ വിഷയം. ഫലമ്മ ബാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമഹു ബിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജനതയോട് ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ, ലം യബുഉദു അൻഹു വലം യറുദ്ദു അലൈഹി, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്തില്ല. ഹത്താ ദക്കറ ആലിഹത്തഹും വഅബ ഔസാനഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ബിംബങ്ങളെ, അവരുടെ ദൈവങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും വഅബ ഔസാനഹും, അവരുടെ ബിംബങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നതുവരെ, അവരുടെ ബിംബങ്ങൾക്കുള്ള പോരായ്മകളും ന്യൂനതകളുമൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുന്നത് വരെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതിരോധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ദൈവങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും അവരുടെ ബിംബങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തപ്പോൾ, ഫഅജ്മഉ ഖിലാഫഹു വഅദാവതഹു, ഫഅജ്മഉ, അവർ ഏകോപിതരായി, ഖിലാഫഹു വഅദാവതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിയോജിക്കുന്നതിലും ശത്രുത വെക്കുന്നതിലും അവർ ഏകോപിതരായി. ഇല്ലാമൻ അസമഹുമുല്ലാഹു തആല ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അള്ളാഹു സംരക്ഷിച്ചവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഈ വിഷയത്തിൽ ഏകോപിതരായി. വലാക്കിന്ന അമ്മഹു അബാ ത്വാലിബ്, പക്ഷേ മുത്തുനബിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്, മാ കൗനിഹി അലാ ദീനി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയുടെ ദീനിലായിരിക്കെ, ഹദിബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാമ ദൂനഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദയ കാണിക്കുകയും മുത്തുനബിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഫമശാ ഇലൈഹി റിജാലു മിൻ അഷ്റാഫി ഖുറൈശ്, അപ്പോൾ ഖുറൈശി പ്രഭുക്കന്മാരിൽ നിന്ന് ചിലർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, യാ അബാ ത്വാലിബ്, ഓ അബൂ ത്വാലിബ്, ഇന്ന ഇബ്ന അഖീക, നിശ്ചയം നിന്റെ സഹോദരപുത്രൻ, ഖദ് സബ്ബ ആലിഹത്തന, ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത വിളിച്ചിരിക്കുന്നു, വഅബ ദീനന, ഞങ്ങളുടെ മതത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നു, വസഫഹ അഹ്ലാമന, ഞങ്ങളെ കൂട്ടത്തിലുള്ള ബുദ്ധിമാന്മാരെ വിഡ്ഢികളാക്കിയിരിക്കുന്നു, വളല്ലല ആബാഅന, ഞങ്ങളെ പിതാക്കന്മാരെ വഴിപിയച്ചവർ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഇമ്മ അൻ തകുഫഹു അന്ന വഇമ്മ അൻ തുഖല്ലിയ ബൈനഹു വബൈനന, ഫഇമ്മ അൻ തകുഫഹു അന്ന, ഒന്നുകിൽ നിങ്ങൾ അവനെ ഞങ്ങളിൽ നിന്ന് തടഞ്ഞു വെക്കണം, വഇമ്മ അൻ തുഖല്ലിയ ബൈനഹു വബൈനന, അല്ലെങ്കിൽ നിങ്ങൾ അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇതാണ് അവർ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത്. ഫഖാല ലഹും ഖൗലൻ റഫീഖ വറദ്ദഹും റദ്ദൻ ജമീല, അപ്പോൾ അബൂ ത്വാലിബ് അവരോട് നല്ല വാക്കുകൾ പറയുകയും അവർക്ക് മനോഹരമായ മറുപടി നൽകുകയും ചെയ്തു. സുമ്മലം യറൗ, പിന്നീട് അവർ കണ്ടില്ല, ഇല്ലാ തഖദ്ദുമ ദഅവത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ മുന്നേറ്റമല്ലാതെ, വതഫവുഖ കലിമത്തി തൗഹീദ്, കലിമത്തു തൗഹീദിൻ്റെ ഉയർച്ചയുമല്ലാതെ അവർ കണ്ടില്ല.
ഫസ്ദാദ മഖ്തുഹും കുല്ല വഖ്ത്. അങ്ങനെ എല്ലാ സമയത്തും അവരുടെ വെറുപ്പ് വർദ്ധിച്ചു വന്നു. ഹത്ത മസൗ ഇല അബി ത്വാലിബിൻ മറത്തൻ സാനിയ. അങ്ങനെ അവർ രണ്ടാമതും അബൂ ത്വാലിബിൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങി. ഫഖാലു യാ അബാ ത്വാലിബ്. എന്നിട്ട് അവർ പറഞ്ഞു, ഓ അബൂ ത്വാലിബ്, ഇന്നലക്ക സിന്നൻ, നിശ്ചയം നിങ്ങൾക്ക് പ്രായമുണ്ട്, വ ഷറഫൻ, ബഹുമതിയുമുണ്ട്, വ മൻസിലത്തൻ, സ്ഥാനവുമുണ്ട്, ഫീന, ഞങ്ങൾക്കിടയിൽ, വ ഇന്ന ഖദ് ഇസ്തൻഹൈനാക മിൻ ഇബ്നി അഖീക. ഞങ്ങൾ നിങ്ങളോട് തടയാൻ ആവശ്യപ്പെട്ടിരുന്നു, മിൻ ഇബ്നി അഖീക, നിൻ്റെ സഹോദരപുത്രനെ. പക്ഷേ ഫലം തൻഹഹു അന്ന, നിങ്ങൾ അവനെ ഞങ്ങളിൽ നിന്ന് തടഞ്ഞില്ല. വ ഇന്ന വല്ലാഹ്, ഞങ്ങൾ, അള്ളാഹുവാണ് സത്യം, ലാ നസ്ബിറു അലാ ഹാദ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. ഹത്താ തകുഫഹു അന്ന, അവനെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് തടയുന്നത് വരെ, അതല്ലെങ്കിൽ ഔ നുനാസിലഹു വ ഇയ്യാക ഫീ ദാലിക്, ഔ നുനാസിലഹു വ ഇയ്യാക ഫീ ദാലിക, അല്ലെങ്കിൽ ഞങ്ങൾ അവനോടും നിങ്ങളോടും ആ കാര്യത്തിൽ വഴക്കിടേണ്ടി വരും, നിങ്ങൾ രണ്ടുപേരെയും ഒരേ സ്ഥാനത്ത് കാണേണ്ടി വരും. ഹത്താ യഹ്ലിക അഹദുൽ ഫരീഖൈൻ, രണ്ടാലൊരു വിഭാഗം നശിക്കുന്നത് വരെ വഴക്കിടേണ്ടി വരും. ഫഅലുമ അല അബി ത്വാലിബിൻ ഫിറാഖ് ഖൗമിഹി, അപ്പോൾ തൻ്റെ ജനതയുടെ ഈ വേർപാട് അബൂ ത്വാലിബിന് പ്രയാസമായി മാറി. വലാക്കിന്നഹു ലം യഖ്ദുൽ ഇബ്ന അബീഹി, പക്ഷേ അദ്ദേഹം തൻ്റെ സഹോദരപുത്രനെ ഉപേക്ഷിച്ചില്ല, സഹായിക്കാതെ വിട്ടില്ല. ബൽ ബഅസ ഇലൈഹി, മറിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആളെ അയച്ചു. ഫഖാല ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ത്വാലിബ് പറഞ്ഞു, യബ്ന അഖി ഇന്ന ഖൗമക ഖാലു കദാ വകദ, എൻ്റെ സഹോദരപുത്ര, നിശ്ചയം നിൻ്റെ ആളുകൾ ഇതും അതുമൊക്കെ വന്നു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫഅബ്ഖി അലയ്യ വഅല നഫ്സിക, നീ എന്നെയും നിന്നെയും അതിൽ നിന്ന് ഒഴിവാക്കണം. വലാ തുഹമ്മിൽനി മിനൽ അംരി മാ ലാ ഉതീഖ്, എനിക്ക് താങ്ങാൻ കഴിയാത്ത കാര്യം എൻ്റെ മേൽ എന്നെ നീ വഹിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഫഅജാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന് മറുപടി നൽകി. ബിമഖാലത്തിഹി അസ്സഹീറ അൽ ഖാലിദ, പ്രസിദ്ധമായ ശാശ്വതമായി നിലനിൽക്കുന്ന ഈ വാക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകി. യാ അമ്മ, എൻ്റെ പിതൃ സഹോദര, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ വളഉ അശ്ശംസ ഫി യമീനി വൽ ഖമറ ഫി യസാരി, അവർ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചാൽ പോലും, അല അന്നതുർക ഹാദൽ അംറ, ഈ കാര്യം ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി, വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും, ഹത്താ യുൽഹിറഹുല്ലാഹു ഔ ഉഹ്ലക ഫീഹി, അല്ലാഹു തആല ഈ കാര്യത്തെ പരസ്യമാക്കാതെ, അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ നശിപ്പിക്കപ്പെടാതെ, മാ തറക്തുഹു, ഈ കാര്യത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. സുമ്മ വല്ല ബാക്കിയൻ മുസ്തഅബിറ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പോയി. ഫദഅഹു അബൂ ത്വാലിബിൻ ഹത്താ ഖബല, ആ സമയത്ത് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചു വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഫഖാല ലഹു,
അപ്പോൾ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇദ്ഹബ് യബ്ന അഖി, എൻ്റെ സഹോദരപുത്ര, നീ പോയിക്കോ. ഫഖുൽ മാ അഹ്ബബ്ത, എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അത് പറഞ്ഞുകൊള്ളുക. ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ ഉസല്ലിമുക ലിശൈഇൻ അബദ, നിന്നെ ഒരിക്കലും ഒരു കാര്യത്തിനും ഞാൻ വിട്ടുകൊടുക്കുന്നതല്ല. ഫഹീനമ അറഫത്ത് ഖുറൈശുൻ അന്ന അബാ ത്വാലിബിൻ ഖദ് അബാ ഖിദ്ലാന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹീനമ അറഫത്ത് ഖുറൈശുൻ, ഖുറൈശികൾ മനസ്സിലാക്കിയപ്പോൾ, അന്ന അബാ ത്വാലിബിൻ ഖദ് അബാ ഖിദ്ലാന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപേക്ഷിക്കലിനെ അബൂ ത്വാലിബ് വിസമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യം ഖുറൈശികൾ മനസ്സിലാക്കിയപ്പോൾ, മസൗ ഇലൈഹി, അവർ അബൂ ത്വാലിബിൻ്റെ അടുക്കിലേക്ക് നടന്നുപോയി. ബി അമ്മാറത്ത് ബിന് അൽ വലീദ്, അമ്മാറത്ത് ബിൻ വലീദിനെയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് ഫഖാലു, അവർ പറഞ്ഞു, യാ അബാ ത്വാലിബ്, ഓ അബൂ ത്വാലിബ്, ഹാദാ അമ്മാറത്ത് ബിനുൽ വലീദ്, ഇത് അമ്മാറത്ത് ബിനുൽ വലീദാണ്. അൻഹദു ഫതൻ ഫി ഖുറൈശിൻ വ അജ്മലുഹു, ഖുറൈശികളിൽ ഏറ്റവും ശക്തനും സുന്ദരനുമായ അമ്മാറത്ത് ബിനുൽ വലീദാണ്. ഫത്തഖിദ്ഹു വലദല്ലക, ഇദ്ദേഹത്തെ നിനക്ക് ഒരു മകനായി വളർത്താം. വ അസ്ലിം ഇലൈന ഇബ്ന അഖീക, നിന്റെ സഹോദരപുത്രനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യാം. ഫഇന്നമാ ഹുവ റജുലുൻ ബിറജുൽ, ഇദ്ദേഹം നിന്റെ അടുക്കലുള്ള ആൾക്ക് പകരം നിൽക്കാൻ പറ്റിയ ആളാണ്. ഖാല, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലബിഇസ മാ തസൂമൂനനി, നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്ന കാര്യം എത്ര മോശം. അതുഅ്തൂനനി ഇബ്നക്കും അഖ്ദൂഹു ലക്കും വ അഅതീകും ഇബ്നി തഖ്തുലൂനഹു, നിങ്ങളെനിക്ക് നിങ്ങളുടെ മകനെ നൽകുക, എന്നിട്ട് അഖ്ദൂഹു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ തീറ്റിപ്പോറ്റി വളർത്തുക. വ അഅതീകും ഇബ്നി, നിങ്ങൾക്ക് എൻ്റെ മകനെ ഞാൻ നൽകുക. തഖ്തുലൂനഹു, എന്നിട്ട് നിങ്ങൾ അവനെ കൊല്ലുകയും ചെയ്യുക. നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്ന കാര്യം എത്ര മോശമാണ്. ഹാദാ വല്ലാഹി മാ ലാ യകൂനു അബദ, അള്ളാഹുവാണ് സത്യം, ഇതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. സുമ്മ ദഅ അബൂ ത്വാലിബിൻ, പിന്നീട് അബൂ ത്വാലിബ് വിളിച്ചു, ബനി അബ്ദി മനാഫ്, അബ്ദു മനാഫിൻ്റെ കുടുംബത്തെ വിളിച്ചു. ഇലാ മൻ ഇബ്നി അഖീഹി അൽ അമീൻ, തൻ്റെ സഹോദരപുത്രനെ തടയാൻ, മിൻ കുല്ലി അദുവിൻ, എല്ലാ ശത്രുക്കളിൽ നിന്നും തടയാൻ ബനു അബ്ദു മനാഫിനെ വിളിച്ചു. അജാബഹു മിൻഹും, അവരിൽ നിന്ന് അബൂ ത്വാലിബിന് ഉത്തരം ചെയ്തു, ബനു ഹാഷിമുൻ വ ബനുൽ മുത്തലിബ്, ഹാഷിം കുടുംബവും മുത്തലിബ് കുടുംബവും ഉത്തരം ചെയ്തു. എന്നാൽ വൻഹാസ അബൂ ലഹബ് അൽ ഹാഷിമി വ ബനു അബ്ദി ഷംസ് വ ബനു നൗഫൽ, അബൂലഹബും അതുപോലെ അബ്ദു ഷംസിൻ്റെ മക്കളും നൗഫലിൻ്റെ മക്കളും അവർ പക്ഷം ചേർന്നു. ഇലാ ഹിസ്ബി ഖുറൈശ്, ഖുറൈശികളുടെ പക്ഷത്തേക്ക് ചേർന്നു. ഹത്താ ഖാല അബൂ ത്വാലിബിൻ, ഈ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് അബൂ ത്വാലിബ് പറഞ്ഞു, ഫീമ അൻസദ, അദ്ദേഹം പാടിയതിൽ, ഹസീനൻ ഫി ഹാദൽ അംർ, ഈ വിഷയത്തിൽ ദുഃഖിതനായിക്കൊണ്ട് അദ്ദേഹം കവിത ചൊല്ലിയപ്പോൾ ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞു, അഖുസ്സു ഖുസൂസൻ അബ്ദ ശംസിൻ വ നൗഫല ഹുമാന ബദാന മിസ്ലമായും ബദുൽ ജംറു, അബ്ദു ഷംസിനെയും അബ്ദു ഷംസിനെയും നൗഫലിനെയും ഞാൻ പ്രത്യേകമാക്കുന്നു. ഹുമാന ബദാന മിസ്ലമായും ബദുൽ ജംറു, തീക്കണൽ എപ്രകാരം വലിച്ചെറിയപ്പെടുമോ അപ്രകാരം ആ രണ്ട് വിഭാഗവും ഞങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി അബൂ താലിബ് ആലപിക്കുകയുണ്ടായി, പാട്ടുപാടുകയുണ്ടായി.
ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.